ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഭാഗത്ത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് iPhone 7 Plusൻ്റെ റിവ്യൂ ആണ്. ഓൾറെഡി ഞാൻ iPhone 7 Plusൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന് നല്ല രീതിയിലൊരു സപ്പോർട്ടും റെസ്പോൺസും എനിക്ക് കിട്ടി. അതിനൊരു ബിഗ് താങ്ക്സ്. കുറച്ച് മുമ്പായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ചുകൂടി അപ്ഡേറ്റ് ആയിട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, ഇതിൻ്റെ അപ്ഡേറ്റ് നിന്നൊരു മോഡലാണ്. അതുകൊണ്ട് ഈ ഒരു ഡിവൈസ് നോക്കുന്നവർ അധികവും സെക്കൻഡറി ആയിട്ട്, ഓൾറെഡി ഐഫോണുള്ളവർ ഒരു സെക്കൻഡറി ഡിവൈസായിട്ട് ക്യാമറ പേർപ്പസിനൊക്കെ ആയിട്ട്, പിന്നെ ഉള്ളത് ഐഫോൺ ഒന്ന് മേടിക്കണമെന്ന് ആഗ്രഹമുള്ള ബിഗിനേഴ്സ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുന്നുണ്ടെങ്കിൽ +2 ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സമയത്തിന് ഒരുപാട് ആളുകൾ, ഒരുപാട് പയ്യന്മാർ ഈ ഒരു ഡിവൈസ് നോക്കുന്നവരുണ്ട്. ഒരുപാട് ഫ്രണ്ട്സ് iPhone 7 Plus നോക്കുന്നവരുണ്ട്. നിങ്ങൾ ഡിവൈസ് എടുക്കുന്നത് ഇതിൻ്റെ കംപ്ലീറ്റ് ഉള്ള നെഗറ്റീവും പോസിറ്റീവും അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ എടുത്താൽ മതി. ഞാൻ മുമ്പേ പറഞ്ഞപ്പോൾ തന്നെ ഓൾറെഡി 2 വർഷത്തെ അപ്ഡേറ്റ് നിന്നിട്ട് 2 വർഷത്തോളം ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ ഡിവൈസ് മെയിൻ ഡിവൈസ് ആയിട്ടാണ് നോക്കുന്നതെങ്കിൽ എനിക്ക് ഈ വീഡിയോ തുടങ്ങുന്നതിൻ്റെ മുമ്പേ തന്നെ പറയാനുള്ളത്, നിങ്ങൾ ആരോ ഡിവൈസ് മെയിൻ ഡിവൈസായിട്ട് നോക്കണ്ട എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾക്ക് മെയിൻ ഡിവൈസായിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് ഫോൺ നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഐഫോണിൻ്റെ A12 ചിപ്പുള്ള ഡിവൈസുകൾ നിങ്ങൾക്ക് നോക്കാം, നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റ് ഒരു ഇഷ്യൂ ആണ് എങ്കിൽ മാത്രം. അപ്പോൾ ഗൈസ്, ഞാനൊരു ഡിവൈസിന് ഉദ്ദേശിക്കുന്നത് ഒരു ടെക്നിക്കൽ റിവ്യൂ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാനല്ല. നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസിൻ്റെ പ്രോൺസും ക്രോൺസും കറക്റ്റ് മനസ്സിലാക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഓൾറെഡി ഒരു ഡിവൈസിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഒരുപാട് വന്നതാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. എൻ്റെ ചാനൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് കുറച്ച് ക്വാളിറ്റിയിൽ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. പിന്നെയുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് കൂടുതലായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യമല്ല. എന്തായാലും ടെക്നിക്കലായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേയുടെ ഒരു സൈഡിൽ കൊടുക്കുന്നതായിരിക്കും. അത്യാവശ്യം എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തുടർന്ന് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. മെയിൻലി ഉള്ള ഒരു റീസൺ, യൂസ്ഡ് ഐഫോൺസ് യൂസ്ഡ് മാർക്കറ്റിൽ ഒരുപാട് ആൾക്കാർക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ട്. അതിപ്പോൾ ലോവർ മോഡൽസ് ആയാലും ഹൈ എൻഡ് മോഡൽസ് ആയാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളിലേക്ക് ആ ഒരു കാര്യങ്ങൾ ഡീറ്റെയിൽസ് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് തീർച്ചയായിട്ടും വേണം. നിങ്ങൾക്ക് ഒരു വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നിയ എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി തോന്നി എങ്കിൽ, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ എന്തായാലും ഒരു കാര്യം മറക്കാതിരിക്കുക. നമുക്ക് ഇവിടെ IPS LCD 625 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് പോകുന്ന ഒരു LCD ഡിസ്പ്ലേ ആണുള്ളത്. അത്യാവശ്യം 5.5 ഇഞ്ചാണ് സൈസ് വരുന്നത്. നല്ല ബെസലോട് കൂടിയാൽ തന്നെ വലിയൊരു ഡിസ്പ്ലേ തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് എന്തായാലും ഒരു ഡിവൈസ് 5 to 8K ലഭിക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ A12 ചിപ്പുള്ള ഡിവൈസുകൾ നോക്കാം. ഇതിൻ്റെ ഡിസ്പ്ലേ പെർഫെക്റ്റ് തന്നെയാണ്. അത്യാവശ്യം കളർ ആക്യുറേറ്റും ക്വാളിറ്റിയും നിങ്ങൾക്ക് കിട്ടുന്നത് ഒറിജിനൽ ഡിസ്പ്ലേ ആണ് എങ്കിൽ അത്യാവശ്യം ക്വാളിറ്റിയും കളർ ആക്യുറേറ്റും എല്ലാം ഉള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ്. പക്ഷെ ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് ഒരു ഡിവൈസ് റെക്കമെൻഡ് ചെയ്യില്ല മെയിൻ ഡിവൈസായിട്ട്. ഞാൻ അത് മെയിനുള്ള റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ചിപ്സെറ്റ് തന്നെയാണ്. iPhone 8 Plus ആണെങ്കിൽ പിന്നെയും ഒരു പോസിബിലിറ്റി ഉണ്ട്, നിങ്ങൾക്ക് എടുക്കുന്നതിൽ കുറച്ച് കാര്യമുള്ളൊരു കാര്യമുണ്ട്. പക്ഷേ iPhone 7 Plus ഒരിക്കലും ഈ ഒരു പ്രൈസ് റേഞ്ചുമായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ വെച്ച് നോക്കുന്ന നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല. പിന്നെ ഒരു ഡിവൈസിൻ്റെ ക്യാമറയായിട്ട് പോകുമ്പോൾ നിങ്ങൾക്കറിയാം, iPhone 7 Plusൻ്റെ ക്യാമറ എന്ന് പറയുന്നത് നല്ലൊരു ക്യാമറയാണ്. അത്യാവശ്യം നല്ല ഫോട്ടോസും വീഡിയോസും നിങ്ങൾക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. നിങ്ങളൊരു സെക്കൻഡറി ഡിവൈസ് ആയിട്ടാണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസിൻ്റെ ക്യാമറ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. എനിക്ക് ഈ ഒരു ഡിവൈസിൽ എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ ക്യാമറ തന്നെയാണ്. അത് നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും, ഒരുപാട് ആളുകൾ iPhone 7 Plus മെയിനായിട്ട് എടുക്കാനുള്ള ഒരു റീസൺ ഇതിൻ്റെ ക്യാമറ തന്നെയാണ്. നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസും വീഡിയോസും നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസിൻ്റെ ക്യാമറയിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും. എനിക്ക് ഇതിൻ്റെ ക്യാമറ നല്ല രീതിയിൽ ക്വാളിറ്റി ഉണ്ട്, ഇപ്പോഴും നല്ല രീതിയിൽ പുറത്താണ് എനിക്ക് തോന്നിയ ഒരേ കാര്യം ഇതിൻ്റെ ക്യാമറ തന്നെയാണ്. അത് ഞാൻ ഉള്ളതുപോലെ തന്നെ പറയാം. ഇതിൻ്റെ ക്യാമറ നിങ്ങൾക്കൊരു ഫോട്ടോസൊക്കെ എടുക്കാൻ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് നോക്കുകയെന്നുണ്ടെങ്കിൽ iPhone 7 Plusൻ്റെ ക്യാമറ ബെസ്റ്റ് തന്നെയാണ്. പക്ഷേ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് നോക്കി മാത്രം നിങ്ങൾ ഈ ഡിവൈസ് എടുക്കുക. അത് കൺസിഡർ ചെയ്ത് അത് കമ്പയർ ചെയ്ത് പ്രൈസ് കമ്പയർ ചെയ്ത് മറ്റു ഡിവൈസുകൾ കമ്പയർ ചെയ്ത് മാത്രം നിങ്ങൾ ഈ ഡിവൈസ് നോക്കുക. പിന്നെ നമ്മൾ ഈ ഡിവൈസിൻ്റെ ബാറ്ററി നോക്കുകയെന്നുണ്ടെങ്കിൽ 2900 mAh ഒരു ലിഥിയം അയൺ ബാറ്ററിയാണ് വരുന്നത്. ഓൾറെഡി എന്തായാലും ഈ ഒരു ഡിവൈസിൻ്റെ ബാറ്ററി ചേഞ്ച്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും ഒരു 3 ഹവേഴ്സിനുള്ളിലായിരിക്കും ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് വരുന്നത്. നിങ്ങൾ എന്തായാലും ഒരു ഡിവൈസ് അത്യാവശ്യം ഹെവി ടാസ്ക് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിലും ഒരു 2 ടൈമൊക്കെ ചാർജ് ചെയ്യേണ്ടി വരും.
ഈവൻ നിങ്ങളൊരു ലൈറ്റ് യൂസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു 1 day കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ അതല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സോഷ്യൽ മീഡിയസും ഗെയിമും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് 2 പ്രാവശ്യം ഒരു ഡിവൈസ് ചാർജ് ചെയ്യേണ്ടി വരും. നിങ്ങൾ എടുക്കുന്ന ഡിവൈസിൻ്റെ ബാറ്ററി ഹെൽത്ത് ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ എടുക്കുന്ന ഡിവൈസിൻ്റെ ബാറ്ററി ഓൾമോസ്റ്റ് ഒരു 100% ഫോണുകളുടെയും ചേഞ്ച്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒറിജിനൽ കിട്ടുന്ന അത്രയും ഒരു ബാറ്ററി ബാക്കപ്പ് കിട്ടാൻ സാധ്യതയില്ല. ഒറിജിനൽ ബാറ്ററി ആണെങ്കിൽ ഓക്കെ. അതുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന ഡിവൈസിൻ്റെ ബാറ്ററി ഹെൽത്ത് ഒന്ന് കൺസിഡർ ചെയ്യാം. ഞാൻ ഒരിക്കലും ഈ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഒരു ഡിവൈസ് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് നല്ല പീസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 8-5K അതിനുള്ളിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഈവൻ നിങ്ങൾക്കൊരു 7 അല്ലെങ്കിൽ ഒരു 8K ഒക്കെ നല്ല ഡിവൈസ് കിട്ടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ. അതും മെയിൻ ഡിവൈസായിട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ കൺസിഡർ ചെയ്ത് നിങ്ങൾക്കൊരു ഐഫോൺ മതി, ഒരു ഐഫോൺ മതി കുറച്ച് സമയം യൂസ് ചെയ്യാനാണ് എങ്കിൽ മാത്രം നിങ്ങൾക്കൊരു ഐഫോൺ ചൂസ് ചെയ്യാം. ഞാൻ വീണ്ടും പറയാം, ഒരു സെക്കൻഡറി ഫോണൊക്കെ ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഐഫോൺ 7 Plus നോക്കാം. പിന്നെ നമ്മൾ ഓവറോൾ ഇതിൻ്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും ഒക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഈ ഒരു ഡിവൈസിലുണ്ട്. പക്ഷേങ്കിൽ നല്ല ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഓൾഡ് ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. അലുമിനിയം ഫ്രെയിമാണ് വരുന്നത്. നമുക്കിവിടെ വയർലെസ് ചാർജിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഐഫോൺ 8 Plus നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേറെ കുറച്ചും കൂടെ ബെറ്റർ ഐഫോൺ 8 Plus ആയിരിക്കും. അതും ഏകദേശം ഒരു പ്രൈസ് റേഞ്ച് അടുത്തെങ്ങാണ്ടാണ് വരിക. ഏകദേശം ഒരു 2000 രൂപയുടെ ഡിഫറൻസിൽ നിങ്ങൾക്ക് ലഭിക്കാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം വലിയൊരു ഡിവൈസ് തന്നെയാണ് ഐഫോൺ 7 Plus. നിങ്ങൾക്കറിയാം, ഐഫോൺ 13 Pro Max, 14 Pro Max ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഏകദേശം ഈക്വൽ ആയിട്ടുള്ള ഒരു സൈസാണ് ഈ ഒരു ഡിവൈസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ഡിവൈസ് നോക്കുകയാണെങ്കിൽ സെക്കൻഡറി ഡിവൈസ് ആയിട്ടോ അതല്ല നിങ്ങൾക്ക് ഒരു ഐഫോൺ ഒരു ബിഗിന്നർ ആണെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് കൺസിഡർ ചെയ്യില്ല. നിങ്ങൾക്കൊരു സെക്കൻഡറി ഡിവൈസ് ഇതിൻ്റെ ക്യാമറ അങ്ങനെ കൊണ്ടെടുക്കണം, അതല്ലെങ്കിൽ ഇത് ഓൾറെഡി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഡിവൈസ് കീപ്പ് ചെയ്ത് വേറെ ഐഫോൺ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡറി ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല ഡീലിൽ കിട്ടുകയാണെങ്കിൽ മാത്രം ഈ ഒരു ഡിവൈസ് നോക്കാം. ഞാൻ ഒരിക്കലും ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് മെയിൻ ഡിവൈസ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൺസിഡർ ചെയ്ത് നിങ്ങൾ ഈ ഒരു ഡിവൈസ് എടുക്കാനായിട്ട് ശ്രമിക്കാം. ഇതുപോലെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഞാൻ കൂടുതൽ ഇതിൻ്റെ ഒരു ടെക്നിക്കൽ റിവ്യൂ ചെയ്തിട്ടില്ല. ഓവറോൾ ഒരു കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവാം എന്നുള്ള ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് വെർത്താണോ നിങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റ് കമ്പയർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു ഡിവൈസ് നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇതുപോലെ വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക.